ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണ്, നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നറിയേണ്ടത്, ഇനി DG പിൻ കാലം. നമുക്ക് എല്ലാവർക്കും ഒരു പിൻകോഡ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോഴായാലും നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോഴായാലും നമ്മുടെ അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ എന്തുകൂടെ ചേർക്കും? നമ്മുടെ പിൻകോഡ് കൂടെ ചേർക്കും. 69 എന്നും പറഞ്ഞ് തുടങ്ങുന്ന 6 നമ്മുടെ കേരളത്തിന്റെ പിൻകോഡിലെ ഫസ്റ്റ് ലെറ്റർ. എത്രയാണ്? 6. അപ്പോൾ 6 തുടങ്ങുന്ന ഒരു പിൻകോഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇനി ആ പിൻകോഡ് മാറി ഒരു DG പിൻ വരാൻ പോകുന്നു എന്ന് 2 ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് പിൻകോഡ് പിൻവലിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെ പിൻകോഡ് പോകുന്നില്ല. പിൻകോഡ് കംപ്ലീറ്റ് ആയിട്ടൊരു പിൻവലിക്കലില്ല. പിന്നെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി DG പിൻ, തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാൻ ഇനി മുതൽ DG പിൻ. എന്താണ് DG പിൻ? ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. എന്താണ് DG പിൻ? ഡിജിറ്റൽ. എന്താണ് ഡിജിറ്റൽ? DG ഫോർ എന്താണ്? ഡിജിറ്റൽ ആണ്. നമ്മൾ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ പോസ്റ്റൽ, ഡിജിറ്റൽ പോസ്റ്റൽ, ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. എന്താണ്? ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് DG പിൻ എന്നതിന്റെ പൂർണ്ണ രൂപം. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. എന്താണ്? ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് DG പിന്നിന്റെ പൂർണ്ണ രൂപം. ഇതെന്തിനാണ്? തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ നമുക്ക് കുറച്ച് വേഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം കൊണ്ടുവരുന്നത്. ഇത് കത്തിടപാടുകൾക്ക് നമ്മൾ നിലവിലുള്ള പിൻകോഡ് സംവിധാനം തന്നെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ DG പിൻ നമ്മുടെ കത്തിടപാടുകളെ ബാധിക്കുന്നില്ല. കത്തിടപാടുകൾക്ക് നമ്മൾ സാധാരണ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിൻകോഡ് തന്നെ ഉപയോഗിക്കാം. പാഴ്സൽ ഉൾപ്പെടെയുള്ളവ കൃത്യസ്ഥലത്ത് എത്തിക്കാൻ DG പിൻ ഉപയോഗിക്കാം. അപ്പോൾ DG പിൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പാഴ്സൽ അയക്കുന്നത്. നമ്മൾ ഒത്തിരി പാഴ്സൽ കൊറിയർ സർവീസ് ഒക്കെ നമുക്കിപ്പോൾ ഒത്തിരി ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് പാഴ്സൽ അയക്കാൻ ഇപ്പോഴത്തെ കാലത്താണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ പുറത്തുണ്ട്, കാനഡ, അമേരിക്ക, അങ്ങനെ ഉള്ള കുറച്ച് അകലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഒരു തെർമോപ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ പാഴ്സൽ അയക്കാറുണ്ട്. അത് പുറത്തോട്ടുള്ള കേസ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയും പാഴ്സൽ വളരെ വേഗത്തിൽ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് അയക്കാം. പുറത്തോട്ട് അയക്കാം, പിന്നും അവർക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇവിടെ ആണെങ്കിലും ദിവസങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ എത്തിക്കാനായിട്ടാണ് ഈ DG പിൻകോഡ് വരുന്നത്. പുതിയ കാലത്തിലെ സേവന സാധ്യതകളിലേക്ക് കടക്കുന്ന തപാൽ വകുപ്പിന്റെ ഡിജിറ്റൽ കാൽവെപ്പാണ് ഈ പുതിയ പരിഷ്കാരം. അപ്പൊ നമ്മുടെ തപാൽ വകുപ്പും കുറച്ചൊന്ന് അപ്ഗ്രേഡ് ആവുകയാണ് അല്ലേ. ഇനി മുതൽ ഞാനും ഡിജിറ്റൽ ആകാം എന്ന് നമ്മുടെ തപാൽ വകുപ്പും പറയുകയാണ്. ഇനി എന്താണ്? DG പിന്നിന്റെ കാലമാണ്. അപ്പോൾ ഈ തപാൽ വകുപ്പ്, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സർവീസ് പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. 1972. 1972 ഇന്ത്യയിൽ എന്ത് തുടങ്ങിയത്? പിൻകോഡ് സംവിധാനം. എന്താണ്? പിൻകോഡ് സംവിധാനം തുടങ്ങിയത് ഏത് വർഷം മുതൽക്കാണ്? 1972 മുതൽ. നാളെ തുടങ്ങും ശുഭയാത്ര. അപ്പൊ നമ്മുടെ ശുഭാംശു ശുക്ലയുടെ മാറ്റിവെച്ച യാത്ര നാളെ, അതായത് 2025 ജൂൺ 10 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞു തീർത്തതാണ്. എന്താണ്? ബഹിരാകാശ നിലയത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല. ആക്സിയം 4 ആണ് ദൗത്യം. അതിന്റെ പൈലറ്റ് ആണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ്. ഇന്ത്യൻ വംശജൻ എന്നൊന്നും പറയണ്ട, ആദ്യ ഇന്ത്യക്കാരൻ. നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ, കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? ശുഭാംശു ശുക്ല. ക്ലാസിക് അൽക്കാരസ്. അപ്പോൾ അൽക്കാരസ് വീണ്ടും ഫ്രഞ്ച് ഓപ്പൺ താരമായിരിക്കുന്നു.
ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് കിരീടം നിലനിർത്തി. നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞതാണ് ഫ്രഞ്ച് ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴും പറഞ്ഞതാണ് കഴിഞ്ഞ വർഷത്തെ വിജയി ആരായിരുന്നു? കാർലോസ് അൽക്കാരസ് ആയിരുന്നു. അപ്പോൾ ഇത്തവണയും ഫ്രഞ്ച് കപ്പ് അൽക്കാരസിനെ വിട്ടു പോയിട്ടില്ല. കപ്പ് ഉയർത്തി അൽക്കാരസ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ വർഷവും ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ മെൻസ് കിരീടം ആരുടെ കയ്യിൽ തന്നെയാണ്? കാർലോസ് അൽക്കാരസ്, സ്പാനിഷ് താരമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഓർക്കുക, ഏത് രാജ്യക്കാരനാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഗ്രാൻഡ് സ്ലാംസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകണം. സ്പാനിഷ് താരമാണ് ആര്? കാർലോസ് അൽക്കാരസ്. അപ്പോൾ പുരുഷ വിഭാഗത്തിൽ വിജയ് അൽക്കാരസ് ആണ്. അങ്ങനെയെങ്കിൽ വനിതാ വിഭാഗം വിജയ് ആരാണ്? അമേരിക്കയുടെ കൊക്കോ ഗോഫ് ആണ്. ആരാണ്? കൊക്കോ ഗോഫ്. അമേരിക്കയുടെ കൊക്കോ ഗോഫ് ആണ് വനിതാ വിഭാഗം ടൈറ്റിൽ വിന്നർ ആയത്. നമ്മുടെ കൊക്കോ ഗോഫ് ചിരിച്ചുകൊണ്ട് കപ്പുമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇതാണ് കൊക്കോ ഗോഫ്. അമേരിക്കൻ വനിതയാണ് കൊക്കോ ഗോഫ്. അപ്പോൾ കാർലോസ് അൽക്കാരസ് സ്പാനിഷ് ആണ്, അതുപോലെ കൊക്കോ ഗോഫ് അമേരിക്കൻ വനിതയാണ്. നമ്മുടെ ഇറ്റലിയുടെ 1ാം നമ്പർ താരമായ യാനിക് സിന്നറിനെ കീഴടക്കിയതാണ് അൽക്കാരസിന്റെ ഈ വിജയം. അതുപോലെ തന്നെ കൊക്കോ ഗോഫിന്റെ വിജയം നമ്മുടെ ബെലാറസിന്റെ അരിയാന സെബലങ്ക, നമ്മുടെ സെബലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊക്കോ ഗോഫ് ഫൈനൽ ഫ്രഞ്ച് കിരീടം വാങ്ങിയത്. അപ്പോൾ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൽക്കാരസും അരിയാന സെബലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊക്കോ ഗോഫും ഫ്രഞ്ച് കപ്പ് ഉയർത്തിയിരിക്കുന്നു. വോളി ഫെഡറേഷന് പുതിയ ഭാരവാഹികൾ. ഇന്ത്യൻ വോളിബോൾ ഫെഡറേഷന് പുതിയ ഭാരവാഹികൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ വോളിബോൾ ഫെഡറേഷൻ അഥവാ VFI, വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, VFIയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വീരേന്ദർ കൻവാർ. ആരാണ്? വീരേന്ദർ കൻവാർ ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ് സ്വദേശിയായ വീരേന്ദർ കൻവാർ ആണ് VFI അഥവാ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, VFI, വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വീരേന്ദർ കൻവാർ. അതുപോലെ സെക്രട്ടറിയാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി ജനറലായി രാമാനന്ദ് ചൗധരി. സെക്രട്ടറി ജനറൽ ആരാണ്? സെക്രട്ടറി ജനറൽ രാമാനന്ദ് ചൗധരിയാണ്. VFIയുടെ പ്രസിഡന്റ് ആണ് ആര്? വീരേന്ദർ കൻവാർ. അപ്പൊ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എഴുതി വെച്ചേക്കുന്നവര് തിരുത്തിയൊക്കെ എഴുതി വെക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ റെഗുലർ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് മാറ്റം ഉണ്ടായാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഒന്ന് തിരുത്തി എഴുതി വെക്കുക. കാൾസന് കിരീടം. അപ്പൊ നോർവീജിയൻ ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന കാര്യം നമുക്കറിയാം. ഒരു റൗണ്ടില് നമ്മുടെ മാഗ്നസ് കാൾസനെ നമ്മുടെ ചെസ് ചാമ്പ്യൻ ആരാണ്? ഡി ഗുഗേഷ് പരാജയപ്പെടുത്തി എന്നൊരു വാർത്ത നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ നോർവീജിയൻ ചാമ്പ്യൻസില് ആരാണ് വിജയിയായിരിക്കുന്നത്? മാഗ്നസ് കാൾസൺ. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ് കിരീട ജേതാവായിരിക്കുന്നത്. നോർവേ ചെസ്സിൽ ലോക 1ാം നമ്പർ മാഗ്നസ് കാൾസന് 7ാം കിരീടം. എത്രാമത്തേതാണ്? തന്റെ 7ാം കിരീടമാണ് മാഗ്നസ് കാൾസൺ സ്വന്തമാക്കിയിരിക്കുന്നത്. അവസാന റൗണ്ടിൽ ഇന്ത്യയുടെ അർജുൻ എരിഗാസിയോട് അർമാഗ്ഡൻ ടൈ ബ്രേക്കറിൽ തോറ്റെങ്കിലും കാൾസൺ 16 പോയിന്റുമായി ഒന്നാമതെത്തി. അപ്പോൾ അവസാന റൗണ്ടില് നമ്മുടെ അർജുൻ എരിഗാസിയോട് ഒന്ന് പരാജയപ്പെട്ടെങ്കിലും പോയിന്റ് നിലവനുസരിച്ചാണ് അവർക്ക് കിരീടം കൊടുക്കുന്നത്. അപ്പോൾ 16 പോയിന്റുമായിട്ട് ഒന്നാമതെത്തി. ക്ലാസിക്കൽ ഗെയിംസിൽ ഇരുവരും സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയുടെ ഫാബിയാനോ കരുവാന രണ്ടാമതെത്തി. ആരാണ്? ഫാബിയാനോ കരുവാന. മൂന്നാമത്തേത് നമ്മുടെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് ആണ്. ആരാണ്? ഡി ഗുഗേഷ് ആണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനം ഫാബിയാനോ കരുവാന. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യം PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നമ്മളടുത്ത് ഏത് കായിക ഇനം അല്ലെങ്കിൽ ഏത് മേഖല, കായികമാണോ കലയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ ഏത് മേഖല എന്നൊക്കെ ചോദിക്കുന്നത് PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫാബിയാനോ കരുവാന, നല്ല പേരല്ലേ കരുവാന. രണ്ടാമത് അമേരിക്കയുടെയാണ് ഫാബിയാനോ കരുവാന. ഇറാനി പൗലിനി പെയർ വിൻസ് വുമൺസ് ഡബിൾസ് ക്രൗൺ അറ്റ് ഫ്രഞ്ച് ഓപ്പൺ. അപ്പൊ കഴിഞ്ഞ ദിവസവും ഇറാനിയുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. മിക്സഡ് ഡബിൾസിലും
ഇറാനി അംഗമായിരുന്ന ടീമാണ് മെഡൽ നേടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇറാനി പൗളിനി പെയർ വിൻസ് വുമൻസ് ഡബിൾസ് ക്രൗൺ അറ്റ് ഫ്രഞ്ച് ഓപ്പൺ. സാറ ഇറാനി ആൻഡ് ജാസ്മിൻ പവോലിനി. ആരാണ്? സാറ ഇറാനി ആൻഡ് ജാസ്മിൻ പവോലിനി. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഫ്രഞ്ച് ഓപ്പൺസിൽ വുമൻസ് ഡബിൾസിൽ ജയിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ വുമൻസ് ഡബിൾസിൽ വിജയിച്ചിരിക്കുന്നത് ഇറാനിയും പവോലിനിയും. ആരാണ്? ഇറാനി പവോലിനി. അതുപോലെ മെൻസ് ഡബിൾസിൽ ആദ്യമായിട്ട് കിരീടം നേടിയിരിക്കുകയാണ് ഗ്രാനല്ലോസ് സെബാലോസ്. ആരൊക്കെയാണ്? ഗ്രാനല്ലോസും സെബാലോസും. സ്പെയിനിന്റെ മാർസൽ ഗ്രാനല്ലോസ് ആൻഡ് ഹൊറാഷിയോ സെബലങ്കോ ഓഫ് അർജന്റീന. അപ്പോ സെബല്ലോ അർജന്റീനക്കാരനും ഗ്രാനല്ലോ ആരാണ്? സ്പെയിൻ താരമാണ്. അപ്പോ സെബല്ലോ അർജന്റീനിയൻ താരവും ഗ്രാനല്ലോസ് സ്പെയിനിന്റെ താരവുമാണെന്ന് ഓർക്കുക. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഫ്രഞ്ച് ഓപ്പൺ മെൻസ് ഡബിൾസ് കിരീടം നേടിയത്. ആരൊക്കെയാണ്? ഗ്രാനല്ലോസും സെബല്ലോസും. ഒരാള് സ്പെയിനിന്റെ താരവും മറ്റേയാള് അർജന്റീനയുടെ താരവുമാണ്. ജയ്സൽമേറിലുണ്ട് സിന്ദൂറും വ്യോമും സോഫിയയും. അപ്പോ ഇത് പേരിട്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ജയ്സാൽമീറിലെ ഇന്ത്യൻ ബസ്റ്റാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡില്ലേ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിരിക്കുകയാണ്. ഒന്ന് സിന്ദൂർ. അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കുമോ എന്നറിയില്ല, പക്ഷെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കുഞ്ഞുങ്ങൾക്ക് സിന്ദൂർ എന്ന് പേരിട്ടത്. പിന്നെ സോഫിയ എന്ന് പേരിട്ടതും വ്യോം എന്ന് പേരിട്ടതുമായ മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ കൂടി അവിടെയുണ്ട്. എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. എവിടെയാണ്? ജയ്സാൽമീറിലെ സംരക്ഷണ കേന്ദ്രത്തിൽ. സിന്ദൂർ എന്ന് വിളിച്ചാൽ ഈ പക്ഷി കുഞ്ഞ് തിരിഞ്ഞു നോക്കുമോ എന്നറിയില്ല. എങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്മരണ അതുണർത്തും. അപ്പോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്മരണാർത്ഥമാണ് ഇത്തരത്തിലൊരു പേരിട്ടത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലുള്ള ഡെസേർട്ട് കൺസർവേഷൻ പാർക്ക്. എന്താണ്? ഡെസേർട്ട് കൺസർവേഷൻ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഡെസേർട്ട് കൂടുതലുള്ളത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ഡെസേർട്ട് കൺസർവേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ എവിടെയാണ്? ജയ്സാൽമീറിലാണ് ഡെസേർട്ട് കൺസർവേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉള്ളത്. എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അതിന്റെ കുഞ്ഞുങ്ങൾക്കാണ് സിന്ദൂർ, വ്യോം, സോഫി എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മാതൃഭൂമി പുരസ്കാരം സാറ ജോസഫിന് നൽകുന്ന ഒരു ചിത്രമാണ്. ഇത് സമർപ്പിക്കുന്നത് നമ്മുടെ പ്രതിഭ റായിയാണ് സാറ ജോസഫിന് മാതൃഭൂമി പുരസ്കാരം സമർപ്പിക്കുന്നത്. ഇതിന്റെ അടുത്ത് നമ്മുടെ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രനൊക്കെ നിപ്പുണ്ട്. അപ്പൊ സാറ ജോസഫിന് മാതൃഭൂമി പുരസ്കാരം ആരാണ് നൽകിയത്? പ്രതിഭ റായിയാണ് മാതൃഭൂമി പുരസ്കാരം സാറ ജോസഫിന് നൽകിയത്. യുഎഫ നാഷൻസ് ലീഗ് ചാമ്പ്യൻ ആയിരിക്കുന്നു പോർച്ചുഗൽ. അപ്പൊ ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും തന്നെ മതി. യുഎഫ ചാമ്പ്യൻസ് ലീഗ് നേടിയിരിക്കുന്നത് പോർച്ചുഗൽ ടീമാണ്. ഏതാണ്? യുഎഫ ചാമ്പ്യൻസ് ലീഗ് അല്ല, നാഷൻസ് ലീഗ് ആണ്. ചാമ്പ്യൻസ് അല്ല, നാഷണൽസ് ലീഗ് ആണ്. യുഎഫ നാഷൻസ് ലീഗ് ആരാണ് നേടിയിരിക്കുന്നത്? പോർച്ചുഗൽ. റിപ്പോ നിരക്ക് 5.5% കുറച്ച് റിസർവ് ബാങ്ക്. അപ്പോൾ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി പലിശയ്ക്ക്, അതായത് നമ്മൾ വായ്പ എടുത്തവർക്കൊക്കെ എന്ത് ചെയ്യും? പലിശ കുറയും. അപ്പോൾ കൃത്യമായും എഴുതി വെച്ചിരിക്കുന്നവരൊക്കെ തിരുത്തുക. റിപ്പോ റേറ്റ് എത്രയാക്കി? 5.5% കുറച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചധികം കറണ്ട് അഫയേഴ്സ് വാർത്തകളൊക്കെ അറിഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇത്രയും തന്നെ കറണ്ട് അഫയേഴ്സ് വാർത്തകളും കൂടുതൽ ആനുകാലിക വാർത്തകളും ഒക്കെ അറിയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ മറന്നു പോകരുതെങ്കിൽ നമുക്ക് തീർച്ചയായും വേണ്ട സെഗ്മെന്റ് ആണ് റിവിഷൻ. നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു GSDP. എന്താണ്? സ്റ്റേറ്റിന്റെ GDP ആണ്. സ്റ്റേറ്റ് GDPയിൽ ഒന്നാമതെത്തി നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 11. കേരളം 11ാം സ്ഥാനത്താണ്. G7 ഉച്ചകോടി 2025 G7 ഉച്ചകോടി വേദി എവിടെയാണ്? കാനഡയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യക്ക് ഇതുവരെയും ക്ഷണം ലഭിച്ചിട്ടില്ല. 2025 G7 ഉച്ചകോടി വേദി കാനഡയാണ്. രാജ്യത്തെ ആദ്യ ആംബുലൻസ് മറൈൻ ഡിസ്പെൻസറി ആണ് ഹോപ്പ് ഓൺ. എന്താണ്? ഹോപ്പ് ഓൺ ആണ് രാജ്യത്തെ ആദ്യ ആംബുലൻസ് മറൈൻ ഡിസ്പെൻസറി.
രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ ഏതാണ് സിയാലിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ. എവിടെയാണ്? സിയാലിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം. അപ്പൊ നമുക്കറിയാം PSCക്ക് ഇഷ്ടമുള്ള മറ്റൊന്നാണ് എന്ത്? ഈ സൈനികാഭ്യാസങ്ങൾ. ആരൊക്കെ തമ്മിലാണ് ഈ അഭ്യാസം നടത്തിയത് എന്നൊക്കെ നമ്മുടെ PSC ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി പഠിക്കുക. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് 2025. എന്താണ്? നൊമാഡിക് എലിഫന്റ് 2025. നൊമാഡിക് എലിഫന്റ് 2025 ആണ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവാ പഠനത്തിന്റെ പരമാചാര്യനുമായ വ്യക്തിയാണ് ആര്? വാൽമീകി ഥാപ്പർ. ആരാണ്? വാൽമീകി ഥാപ്പർ. 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? ഒപാൽ സുജാത ചുവാങ്ശ്രീ. ആരാണ്? ഒപാൽ സുജാത ചുവാങ്ശ്രീ. തായ്ലൻഡുകാരിയാണ്. തായ്ലൻഡിന്റെ കന്നി കിരീടമാണ്. മിസ് വേൾഡിലെ ആദ്യ കിരീടമാണ് തായ്ലൻഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. വേദി ഹൈദരാബാദ്, നമ്മുടെ തെലങ്കാന ആയിരുന്നു വേദി. അപ്പൊ റിവിഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ന്യൂ ഡിജിറ്റൽ അഡ്രസ് കോഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യ പോസ്റ്റ്? അപ്പോൾ ഇന്ത്യൻ തപാൽ വകുപ്പ് അടുത്തിടെ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ അഡ്രസ് ഏതാണ്? ഇ പിൻ, ഐ ലൊക്കേറ്റ്, DG പിൻ, പോസ്റ്റ് കോഡ്. ഏതാണ്? ഇ പിൻ ആണോ, ഐ ലൊക്കേറ്റ് ആണോ, DG പിൻ ആണോ, പോസ്റ്റ് കോഡ് ആണോ? ഏതാണ്? എല്ലാവർക്കും അറിയാം. എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, DG പിൻ ആണ്. DG പിൻ ആണ്. നമ്മൾ പഠിച്ചു അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഡസ് ദ DG പിൻ എയിം ടു റീപ്ലേസ് ഓർ എൻഹാൻസ്? അപ്പൊ DG പിൻ എന്തിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? സത്യത്തിൽ ഇത് പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യുന്നില്ല, അത് നമുക്കറിയാം. പൂർണ്ണമായിട്ടും അല്ല, എന്നിരുന്നാലും അടുത്ത് പോകെ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യും. അപ്പൊ DG പിൻ റീപ്ലേസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ, ആധാർ കാർഡ്, ബി, ലാൻഡ് ലൈൻ ടെലിഫോൺ സിസ്റ്റം, സി, ട്രഡീഷണൽ പിൻ കോഡ് സിസ്റ്റം, ഡി, പോസ്റ്റൽ സ്റ്റാമ്പ്സ്. ഇതിൽ ഏതാണ്? ആധാർ കാർഡ് ആണോ, ലാൻഡ് ലൈൻ ടെലിഫോൺ സിസ്റ്റം ആണോ, അത് നമ്മുടെ ട്രഡീഷണൽ പിൻ കോഡ് ആണോ, അത് നമ്മുടെ പോസ്റ്റൽ സ്റ്റാമ്പിനെ ആണോ? എന്തിനെയാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്? എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതായിരുന്നു ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി, നമ്മുടെ എന്താണ്? ട്രഡീഷണൽ പിൻ കോഡ് സിസ്റ്റത്തിനെയാണ് ഇതെന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പത്രവാർത്തകളിലൂടെ നമുക്കറിയേണ്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട് നോക്കി, കൂടുതൽ ആനുകാലിക വാർത്തകൾ നോക്കി, റിവിഷൻ നോക്കി, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്ടുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്